അപ്പോൾ ഈ ഗൂഗിൾ പേ അയച്ചു തരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ തന്നെ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അരികിൽ വരുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ള പണമാണ് ഞാനിവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഓരോരുത്തർക്കും തരാനുള്ള ക്യാഷാണ്. മനസ്സിലായോ? ഇതൊക്കെ തന്നെ ഓരോരുത്തർക്കും തരാനുള്ള, നിങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം തരാനായിട്ടാണ്. ഇത് കുറേ ഉണ്ട്, എണ്ണി എണ്ണി വെച്ചേക്കുവാണ്. എണ്ണി 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 വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള, അതായത് എത്ര ആളുകളുണ്ടോ അവർക്കൊക്കെ തന്നെ ഇങ്ങനെ 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 ഞാനിങ്ങനെ എണ്ണി 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 കുറേ ഉണ്ട്. ഇത് എത്ര പേരുണ്ടോ അവർക്കൊക്കെ തന്നെ. കാരണം പലരും എനിക്ക് ദാനധർമ്മം ചെയ്യുമ്പോൾ അവർക്കൊക്കെ എനിക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റാതെ വരുന്നു. തിരിച്ചെനിക്ക് ആരൊക്കെ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ചികിത്സയുണ്ട്. നേരിട്ട് വരണം. ചികിത്സ എന്ന് പറയുന്നത് ആത്മീയമായ മനസ്സുകൊണ്ടുള്ള ചികിത്സയുണ്ട്, ശാരീരിക ചികിത്സയുണ്ട്. കാൽപാദമൊക്കെ പിന്നെ വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ കഴുകി കൊടുക്കുന്നതായിരിക്കും രോഗശാന്തി എന്ന് പറയും, രോഗശുശ്രൂഷ. അപ്പൊ പണ്ട് ഞാൻ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പണ്ട് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ തന്നെ ഞാനിപ്പോ ഇവിടെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിർത്തി ആരെയും ചെയ്യിക്കില്ല. കാരണം ഇവിടെ കിടത്തി ചികിത്സിക്കുവാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ അങ്ങനെ ഒരുപാട് മൗന ചികിത്സയുണ്ട്, ചികിത്സയുണ്ട്, സ്വാന്തനം, അങ്ങനെ ഒരുപാട് അതുപോലെ പ്രാർത്ഥന ചികിത്സയുണ്ട്, പാട്ട് ചികിത്സയുണ്ട്, എഴുത്ത് ചികിത്സയുണ്ട്, വരപ്പ് ചികിത്സ, ഭക്ഷണ ചികിത്സ, ഒരുപാട് ചികിത്സകൾ ഇവിടെയുണ്ട്. ഹോസ്പിറ്റലിന്റെ പേര് ദിവ്യനാഗ സൈരന്ദ്രി ദേവി DNS ഹോസ്പിറ്റൽ. ദിവ്യനാഗ സൈരന്ദ്രി ദേവി DNS ഹോസ്പിറ്റൽ, അതായത് ദിവ്യനാഗ സൈരന്ദ്രി ആതുരാലയം ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിന് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. വിശ്വാസമുള്ളവർക്ക് മാത്രം വരാം. അല്ലാതെ എനിക്കിപ്പോൾ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സർട്ടിഫിക്കറ്റോ ഒന്നും വാങ്ങിച്ച് ഞാൻ ഇതൊന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം എനിക്ക് അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ പല ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി പല ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മരണം നടക്കുന്നില്ലേ? ഡോക്ടർമാർ അവിടെ ഇപ്പൊ മെഡിക്കൽ കോളേജിൽ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ മരണം നടക്കുന്നില്ലേ? ചികിത്സിക്കാൻ പോകുന്നവര് ചാകുന്നില്ലേ? ഡോക്ടർമാരെല്ലാം വലിയ വലിയ ആളുകളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ്, ഞാൻ ഡോക്ടറായി എന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ ആ ഒപ്പൊക്കെ വാങ്ങിച്ചിട്ടല്ലേ ആ ഹോസ്പിറ്റലിലേക്കൊക്കെ അവര് തങ്ങളുടെ വിദ്യാഭ്യാസവും തങ്ങളുടെ യോഗ്യതയായിട്ടൊക്കെ ചെല്ലുന്നത്. എന്നിട്ടോ അവിടെ മരണം നടക്കുന്നില്ലേ? രോഗികൾ മരിക്കുന്നില്ലേ? ഒക്കെയില്ലേ? കറക്റ്റല്ലേ ഞാൻ പറയുന്നത്?